وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد. اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم. വളരെയേറെ ആദരണീയരായ മഹാന്മാരായ ഉസ്താദുമാരെ, സാദാത്തുക്കളെ, ബഹുമാനപ്പെട്ട സയ്യിദ് KKS തങ്ങൾ, സയ്യിദ് KNC തങ്ങൾ, സയ്യിദ് നിയാസ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള മഹാന്മാരായ സാദാത്തുക്കളെ, പ്രഗത്ഭരായ ഉസ്താദുമാരെ, ഒരുപാട് വളരെ പ്രഗത്ഭരായ ഉസ്താദുമാരും നമ്മുടെ ഉമറാക്കളും സമസ്തയുടെയും കീഴ്ഘടകങ്ങളുടെയും ഒക്കെ നിരവധി നേതാക്കളും ഈ സദസ്സിലുണ്ട്. അവരെയൊക്കെ സ്വാഗതം ചെയ്യുകയും അഭിസംബോധന ചെയ്യുകയും ചെയ്തതുകൊണ്ട് ഞാൻ പരമാവധി സമയം അതിനുവേണ്ടി ചെലവഴിക്കുന്നില്ല. വളരെ മനോഹരവും മാതൃകാപരവുമായ ഒരു സദസ്സ്. SYSന്റെ വെസ്റ്റ് ജില്ലാ കമ്മിറ്റി ബഹുമാനപ്പെട്ട KKS തങ്ങളുടെ നേതൃത്വത്തിൽ, കടാമ്പുഴ മൂസഹാജി ഉൾപ്പെടെയുള്ള നമ്മുടെ സീനിയർ നേതാക്കളുടെ നേതൃത്വത്തിൽ നിരന്തരമായ പ്രവർത്തനങ്ങൾ വളരെ മാതൃകാപരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും മികച്ച ഒരു മുദരിസിനുള്ള അവാർഡ് നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദിന് അവരുടെ ഉസ്താദുമാരുടെയും ശിഷ്യന്മാരുടെയും സാന്നിധ്യത്തിൽ, ഉസൂലിൻ്റെയും ഫുറൂഇൻ്റെയും സാന്നിധ്യത്തിൽ വളരെ മനോഹരമായ ഈ സദസ്സിൽ കുറ്റമറ്റ രീതിയിൽ വളരെ മാതൃകാപരമായിട്ടാണ് ഈ പ്രൗഢമായ സദസ്സ് സംഘടിപ്പിച്ചിട്ടുള്ളത്. സത്യത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം വിശ്രമമില്ലാത്ത ദിവസങ്ങളാണ്. എല്ലാ ദിവസവും പരിപാടി. ഇന്നലെ ഈ സദസ്സിലുള്ളവരൊക്കെ ദീർഘനേരം ഉറക്കൊഴിച്ച് കോഴിക്കോട്ടെ മുഖദ്ദസിൽ നിന്ന് വന്നവരാണ്. ഇനിയും തുടർച്ചയായ എല്ലാ ദിവസങ്ങളിലും നിരന്തരമായ പരിപാടികൾ, ദീനീ പ്രവർത്തനങ്ങൾ, സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ. വളരെ ആവേശത്തോടുകൂടെ നമ്മളൊക്കെ ബഹുമാനപ്പെട്ട സമസ്തക്ക് വേണ്ടി, ദീനിന് വേണ്ടി, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി നമ്മുടെ പൂർവ്വസൂരികളുടെ പാത ഇവിടെ നിലനിർത്താൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ, ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ജാമിയ ആലിക്കുട്ടി ഉസ്താദിനെ പോലെ ഷെയ്ഖുന വളരെ ക്ഷീണിതനാണ്. ഇപ്പം ഇവിടെ ബഹുമാനപ്പെട്ട ഉസ്താദ് നമുക്കറിയാലോ, പ്രായമുള്ള അവരൊക്കെ വളരെ പ്രയാസപ്പെട്ട് ഇങ്ങനെയുള്ള സദസ്സിലേക്ക് കടന്നു വരാനും വളരെ കഠിനാധ്വാനം ചെയ്യാനും അവർ കാണിക്കുന്ന ആ മനസ്സ്, അതിൻ്റെ മുന്നിൽ ആരോഗ്യമുള്ള ചെറുപ്പക്കാരായ നമ്മളൊക്കെ മടിയന്മാരാവാൻ പാടില്ലല്ലോ. ഇപ്പൊ ഇന്നലെ മുഖദ്ദസിൽ 3 മണിക്കാണ് കിലോമീറ്ററുകൾ അപ്പുറത്ത് നിന്ന് വിഖായുടെ റാലി തുടങ്ങാൻ ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ജാമിയ ആലിക്കുട്ടി ഉസ്താദ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾക്ക് പതാക കൈമാറാൻ വേണ്ടി ആ സമയത്ത് അവിടെ എത്തുന്നത്. ഒന്ന് വിശ്രമിക്കേണ്ട സമയം. ഷെയ്ഖുൻ ആലിക്കുട്ടി ഉസ്താദ് വളരെ ക്ഷീണിതനാണ്. എന്നിട്ടും അവിടെ എത്തി, പിന്നെ സ്റ്റേജിലേക്ക് വന്നു, നമ്മുടെ കാര്യങ്ങളിലൊക്കെ വളരെ സജീവമായി പങ്കെടുത്തു. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ. നമ്മുടെ SYS വെസ്റ്റ് ജില്ലാ കമ്മിറ്റി ഒരു നബിദിന മീലാദ് വിളംബര റാലി നടത്തി. അത് അത്തിപ്പറ്റയിലാണ് അന്ന് അതിൻ്റെ സമാപന പരിപാടി, റാലി കഴിഞ്ഞുള്ള സമാപന പരിപാടി. ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ജാമിയ ആലിക്കുട്ടി ഉസ്താദ് ആ പരിപാടിയിൽ പങ്കെടുക്കണം.
പാണക്കാട് സയ്യിദ് മുനവ്വർ ശിഹാബ് തങ്ങൾ ആ പരിപാടിയിൽ പങ്കെടുക്കണം. ആലിക്കുട്ടി ഉസ്താദ് നേരത്തെ എത്തി. അപ്പൊ KKS തങ്ങള് റാലിയുടെ മുന്നിൽ ആലിക്കുട്ടി ഉസ്താദിനെ നിർത്തി ഒരു ഫോട്ടോ എടുത്താൽ അതൊരു സന്തോഷമാണല്ലോ. കൊടിയൊക്കെ പൊടിച്ച് മിലാദ് വിളംബര റാലിയുടെ മുന്നിൽ. അപ്പൊ ഉസ്താദ് വരുന്നു എന്നറിഞ്ഞപ്പോൾ സ്റ്റേജിലേക്ക് എത്തുന്നതിന് മുമ്പ് ഉസ്താദ് റാലിയുടെ മുന്നിൽ ഒന്ന് നിൽക്കണം എന്ന് അഭ്യർത്ഥിച്ചു. ബഹുമാനപ്പെട്ട ശൈഖുന റാലിയുടെ മുന്നിൽ നിന്നു. ഒരൽപ്പം 2 അടി നടന്നു, വാഹനത്തിൽ കയറി. പിന്നെ ബഹുമാനപ്പെട്ട ശൈഖുന പോയി. ഇനി സ്റ്റേജിലാണല്ലോ പരിപാടി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മുനവ്വർ ശിഹാബ് തങ്ങൾ വരുന്നത്. അപ്പൊ പിന്നെ KKS തങ്ങൾക്ക് തോന്നി, നമുക്കറിയാലോ KKS തങ്ങൾ ഒരു തങ്ങളല്ല, സംഘാടകനാണ്. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. തങ്ങൾക്ക് തോന്നി ആലിക്കുട്ടി ഉസ്താദും മുനവ്വർ തങ്ങളും കൂടെ നിന്നിട്ടൊരു ഫോട്ടോ കിട്ടിയാൽ പത്രത്തിലൊക്കെ കൊടുക്കാനും അതൊരു സന്തോഷമാണല്ലോ. മുനവ്വർ തങ്ങൾ വന്നു. അപ്പൊ പിന്നെ ആളെ വിട്ടിട്ട് ആലിക്കുട്ടി ഉസ്താദിനോട് ഒന്നുകൂടെ വരാൻ വേണ്ടിയിട്ട് തങ്ങളെ ആഗ്രഹം പറഞ്ഞ ആളെ അയച്ചു. അപ്പൊ അബ്ദുൽ വാഹിദ് ഉസ്താദും സഹപ്രവർത്തകരും KKS തങ്ങൾ ഒന്നുകൂടെ ചെല്ലാൻ വേണ്ടി പറയേണ്ട, റാലിയിലൊന്ന് നിൽക്കാൻ മുനവ്വർ തങ്ങൾ വന്നിട്ടുണ്ട്. ഉടനെ ബഹുമാനപ്പെട്ട ശൈഖുൽ ജാമിഅ ആലിക്കുട്ടി ഉസ്താദ് പറഞ്ഞത് അത് പനമ്പുഴക്കലെ തങ്ങളുട്ടിയാണ്. ആ തങ്ങളുട്ടി പറഞ്ഞാൽ പോകാതിരിക്കാനാവൂല, പോവുക. പിന്നെയും വണ്ടി കയറി, പിന്നെയും റാലിയുടെ മുന്നിൽ വന്ന് ബഹുമാനപ്പെട്ട ശൈഖുന സംഘടനാ പ്രവർത്തകർക്ക്, സമസ്തയുടെ പ്രവർത്തകർക്ക്, SYSന്റെ പ്രവർത്തകർക്ക്, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് നൽകുന്ന ഊർജവും കരുത്തും ആവേശവും. ബഹുമാനപ്പെട്ട ശൈഖുന ഇപ്പോഴും ജാമ്യയിൽ ദർസ് നടത്തുന്നു. ഓരോ ദിവസവും ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും, രാവിലെ നാസ്ത കഴിച്ചിട്ടില്ലെങ്കിലും, ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും, എങ്ങനെയെങ്കിലും ജാമ്യയിലെത്തിയ കോണിപ്പടി കയറാൻ വയ്യ. പക്ഷേ ജാമ്യയിലെ മസ്ജിദിൽ, പള്ളിയിലെത്തിയ സ്വഹീഹുൽ ബുഖാരി ഇപ്പോഴും ദർസ് നടത്തുന്ന ബഹുമാനപ്പെട്ട ശൈഖുൽ ജാമിഅ ആലിക്കുട്ടി ഉസ്താദ്, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. മുദരിസ്മാർക്ക് റിട്ടയർമെന്റ് എന്ന ഒന്നില്ല. മികച്ച മുദരിസിന് നമ്മുടെ ഉസ്താദിന് ഇവിടെ അവാർഡ് നൽകി. സർക്കാർ തലത്തിലാണെങ്കിലും മറ്റേത് ഉദ്യോഗങ്ങളിലാണെങ്കിലും 55 വയസ്സ്, 56 വയസ്സ്, 58 വയസ്സ് പല മേഖലകളിലും പ്രായം നിശ്ചയിച്ചിട്ടുണ്ട്. അത് റിട്ടയർമെന്റ് പ്രായമാണ്, പിന്നെ അവരുടെ വിശ്രമകാല ജീവിതമാണ്. മുദരിസ്മാർ അങ്ങനെയല്ല. 90 വയസ്സായാലും 100 വയസ്സായാലും ഓർമ്മശക്തിയും സംസാരശേഷിയും അവരിലുണ്ടെങ്കിൽ അവസാനം വരെ ദർസ് നടത്തിയ ഒരു പാരമ്പര്യം, അതാണ് നമ്മുടെ പൂർവ്വസൂരികൾ നമുക്ക് കാണിച്ചു തന്ന പാരമ്പര്യം. ബഹുമാനപ്പെട്ട PMSA പൂക്കോയ തങ്ങൾ കഷ്ടപ്പെട്ട് ഈ ഉമ്മത്തിന് നേതൃത്വം നൽകി നിലനിർത്താൻ ആഗ്രഹിച്ച പാരമ്പര്യം. ബഹുമാനപ്പെട്ട മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞ് ഹൈദർ അലി ശിഹാബ് തങ്ങളും സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുമൊക്കെ സ്കൂൾ പഠനം നടത്തിയിരുന്നത് കോഴിക്കോടാണ്. അവിടെ അവരുടെ അമ്മായിയുടെ മേൽനോട്ടത്തിൽ അവിടെ താമസിച്ച് അവിടെയാണ് സ്കൂൾ പഠനം നടത്തിയിരുന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഹൈദർ അലി ശിഹാബ് തങ്ങൾക്കൊരു മോഹം, അറബിക് കോളേജിൽ പോകണം. അറബിക് കോളേജ് എന്ന് പറഞ്ഞാൽ സർക്കാർ തലത്തിൽ സർട്ടിഫിക്കറ്റുകൾ കിട്ടുന്ന അഫ്ദൽ ഉലമ പോലെയുള്ള കോഴ്സുകൾ ഉള്ള അറബിക് കോളേജ്. ആ അറബിക് കോളേജിൽ പഠിക്കണമെന്നായിരുന്നു ബഹുമാനപ്പെട്ട തങ്ങളുടെ വലിയൊരാഗ്രഹം, മോഹം. പക്ഷേ പൂക്കോയ തങ്ങൾ പറഞ്ഞു, ആറ്റപ്പൂവിനോട് ആറ്റെ ദർസിൽ പോകണം, പള്ളി ദർസിൽ പഠിക്കണം. പള്ളി ദർസിൽ, സാധാരണ പഴയകാല പള്ളി ദർസിൽ ആ മഹല്ലത്തിലെ വീടുകളിലേക്ക് ചെലവിന് പോയി, ഭക്ഷണത്തിന് പോയി, പള്ളിയിൽ പായ വിരിച്ച് സാധാരണ മുതഅല്ലിമീങ്ങളെ പോലെ കിടന്നുറങ്ങി. പള്ളി ദർസിൽ വർഷങ്ങളോളം ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെയും സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളെയും സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെയും അങ്ങനെ തന്നെ ദർസിൽ പഠിക്കണം എന്ന് നിർബന്ധിച്ച ബഹുമാനപ്പെട്ട PMSA പൂക്കോയ തങ്ങൾ
പഴയ കാലഘട്ടത്തിൽ ഭൗതിക വിദ്യാഭ്യാസത്തിന് വളരെ പരിശ്രമിച്ച ഒരാളാണ്. പഴയ കാലം നമുക്കറിയാം, വിദ്യാഭ്യാസപരമായി, ഭൗതിക വിദ്യാഭ്യാസപരമായി പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിങ്ങൾ വളരെ പുറകിൽ നിന്നിരുന്ന ഒരു കാലം. ആ കാലഘട്ടത്തിൽ ഈ ഉമ്മത്തിന്, മുസ്ലിം സമുദായത്തിന് ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് വളരെ പുരോഗതി ഉണ്ടാവണമെന്ന് ദീർഘദൃഷ്ടി ഉണ്ടായിരുന്ന, കാഴ്ചപ്പാടുണ്ടായിരുന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട PMS പൂക്കോയ തങ്ങൾ. മില്ലർ സാഹിബ് പൂക്കോയ തങ്ങളെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിൽ വളരെ മനോഹരമായി മോഡേൺ ദ ലേറ്റ് PMS പൂക്കോയ തങ്ങൾ, മോഡേൺ മുസ്ലിം റിലീജിയസ് ലീഡർ ഇൻ കേരള. PMS പൂക്കോയ തങ്ങളെ കുറിച്ച് ഒരു പാരഗ്രാഫ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞ്, PMS പൂക്കോയ തങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് വളരെ ശക്തമായ സേവനങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കാലഘട്ടത്തിന്റെ പുരോഗതി മനസ്സിലാക്കി വരാൻ പോകുന്ന കാലഘട്ടത്തിലെ ഈ സമുദായത്തിന്റെ ഭാവി ചിന്തിച്ച് ദീർഘദൃഷ്ടിയോടുകൂടെ വിദ്യാഭ്യാസ രംഗത്ത് ബോധമുള്ള ആളായിരുന്നു ബഹുമാനപ്പെട്ട PMS പൂക്കോയ തങ്ങൾ. എന്നിട്ടും ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങൾ, ഹൈദർലി ശിഹാബ് തങ്ങൾ വളരെ ലാളനയോടുകൂടെ വളർത്തിയ ഒരാളാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ. കാരണം മാതാവ്, പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെടുന്ന സമയത്ത് 3-ാമത്തെ വയസ്സാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾക്ക്. ഉമ്മ മരണപ്പെട്ടു പോയ ആറ്റപ്പൂ 3 വയസ്സുകാരൻ പിന്നെ രാത്രി കിടന്നുറങ്ങിയത് പൂക്കോയ തങ്ങളുടെ ശരീരത്തോട് ഒട്ടിച്ചേർന്നുകൊണ്ടാണ്. മാതാവ് മരണപ്പെട്ടു പോയ ഒരു പൊന്നുമോൻ, ആ പൊന്നുമോനെ ഉമ്മയും ഉപ്പയുമായി പരിപാലിച്ച് ലാളിച്ച് വളർത്തിക്കൊണ്ടുവന്നത് ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങളാണ്. അങ്ങനെ സ്നേഹിച്ച് വളർത്തിക്കൊണ്ടുവന്ന ഒരു കുഞ്ഞിനെ മറ്റുള്ളവരുടെ വീട്ടിലെ ഭക്ഷണം കഴിച്ച് പള്ളിമുകളിൽ പായയിൽ കടന്നുറങ്ങി അങ്ങനെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തി മറ്റൊരു നാട്ടിൽ താമസിച്ച് ദറസിൽ പഠിപ്പിക്കാൻ ഒരു പിതാവും ഉമ്മയും ഉപ്പയുമായിരുന്ന ആ പിതാവിന് മനസ്സിന് അതിന് ധൈര്യം വരണമെങ്കിൽ അതിന്റെ ഒരു മനഃശാസ്ത്രം നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അങ്ങനെ സ്നേഹിച്ച് വളർത്തിയ ആ പൊന്നുമോൻ പറയാണ്, എനിക്ക് അറബി കോളേജിൽ പഠിക്കണം, വേണ്ട ആറ്റേ നീ ദറസിൽ പോകണം എന്ന് പറഞ്ഞ് ദറസുകളെ, മുദരിസുമാരെ, പണ്ഡിതന്മാരെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഏറ്റവും കൂടുതൽ സമയവും അധ്വാനവും ആഗ്രഹവും കഷ്ടപ്പാടും ബഹുമാനപ്പെട്ട PMS പൂക്കോയ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന വലിയൊരു പാഠം അതായിരുന്നു. ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങളെ വളർത്തിയത് അവരുടെ പിതാമഹന്റെ അവരുടെ പിതൃവ്യനായി വരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അലി പൂക്കോയ തങ്ങൾ മഹാനവറുകളാണ്. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. പൂക്കോയ തങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ചെറിയ കുട്ടിയായിരിക്കുമ്പോ തന്നെ ഒരു അസാധാരണത്വം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചില ആളുകൾക്ക് നൽകുന്ന ചില മഹത്വങ്ങളാണല്ലോ. ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ വലിയ അസറുണ്ടായിരുന്ന, വാക്കിന് പവർ ഉണ്ടായിരുന്ന, നാക്കിന് ശക്തി ഉണ്ടായിരുന്ന, ദുആ ചെയ്താൽ അതിന് പവർ ഉണ്ടായിരുന്ന, മന്ത്രിച്ചു കൊടുത്താൽ അത്ഭുതകരമായ പവർ ഉണ്ടായിരുന്ന ഒരു പ്രകൃതം ചെറിയ പ്രായത്തിൽ ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങൾക്കുണ്ടായിരുന്നു. പൂക്കോയ തങ്ങളെ കാണാൻ അതുകൊണ്ട് തന്നെ ചെറിയ പ്രായത്തിൽ ആളുകൾ വരും, നാട്ടുകാർ വരും, രോഗികൾ വരും, കഷ്ടപ്പെടുന്നവർ വരും. പക്ഷേ പൂക്കോയ തങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്ന അലി പൂക്കോയ തങ്ങൾ അത്ര ചെറുപ്പത്തിൽ തന്നെ ചികിത്സയിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് പോകണ്ട എന്നതുകൊണ്ട് ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങളെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി നിർബന്ധിച്ചു. അത്യാവശ്യം അലി പൂക്കോയ തങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ദീനീ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങൾ പഠിക്കാൻ അതിനുവേണ്ടി സമയം ചെലവഴിച്ചത്. ഇത് അവരുടെ ഒരു പാരമ്പര്യമാണ്, അവരുടെ മുൻഗാമികൾ കാണിച്ചു കൊടുത്ത ഒരു പാരമ്പര്യം. ഞാനിത് പറഞ്ഞു വരുന്നത്
കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന് ഈ അഭിമാനത്തോടുകൂടെയുള്ള അസ്തിത്വമുണ്ടായത് ഇൽമ്, അറിവ്, ദർസ്, ആത്മീയത, അതിലധിഷ്ഠിതമായ ആ പഴയ പാരമ്പര്യം നിലനിർത്താൻ മഹാന്മാരായ തങ്ങന്മാരും ഉസ്താദുമാരും ഉലമാക്കളും സൂഫികളും വളരെ കഠിനാധ്വാനം ചെയ്തു എന്നതുകൊണ്ടാണ്. ആ ഒരു പാരമ്പര്യം നിലനിർത്തിയതിൽ വളരെ പ്രധാനപ്പെട്ട കണ്ണിയായിരുന്നു ബഹുമാനപ്പെട്ട PMS പൂക്കോയ തങ്ങൾ. മഹാനവറുകളുടെ പിതാവ് സയ്യിദ് കോയഞ്ഞിക്കോയ തങ്ങളായിരുന്നു. പൂക്കോയ തങ്ങളുടെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവരൊക്കെ മരണപ്പെട്ടു, മാതാപിതാക്കളൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഒരു പരിപൂർണ യത്തീമിനെ പോലെയാണ് ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങൾ വളർന്നത്. ആ പൂക്കോയ തങ്ങളെ വളർത്തിയത് ബഹുമാനപ്പെട്ട അലി പൂക്കോയ തങ്ങളായിരുന്നു. അവരുടേതായിരുന്നു കൊടപ്പനക്കൽ തറവാട്. ആ വളർത്തുപുത്രൻ എന്നത് ഞാനൊരു ആലങ്കാരികമായി പ്രയോഗിച്ചതാണ്. സ്വന്തം പിതാവിനെ പോലെ പൂക്കോയത്തങ്ങളെ വളർത്തി. അതുകൊണ്ട് തന്നെ അവരുടെ അലി പൂക്കോയത്തങ്ങളുടെ എല്ലാ സ്വത്തും അത് ബഹുമാനപ്പെട്ട പൂക്കോയത്തങ്ങൾക്കാണ് അവര് പതിച്ചു നൽകിയത്. ബഹുമാനപ്പെട്ട പാണക്കാട്ട സാദാത്തുക്കളുടെ പേരിൽ അലി എന്ന് ആ പേര് വന്നത് ബഹുമാനപ്പെട്ടവരെ സ്നേഹിച്ചുകൊണ്ട് പൂക്കോയത്തങ്ങൾ ഇട്ടുകൊടുത്ത നാമമാണ്. ശിഹാബ് എന്നത് ശിഹാബുദ്ദീൻ കബീലയിലേക്ക് ചേർത്തിക്കൊണ്ട് പറയുന്ന പേരാണ്. ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദ് ശിഹാബുദ്ദീൻ അഹമ്മദ് ശിഹാബുദ്ദീൻ തങ്ങൾ AD 1487 യമനിലെ തെരീമിൽ ജനിച്ച ബഹുമാനപ്പെട്ട സയ്യിദ് അഹമ്മദ് ശിഹാബുദ്ദീൻ തങ്ങളുടെ അവരിലേക്ക് ചേർത്തിക്കൊണ്ടാണ് ശിഹാബുദ്ദീൻ കബീല. ഓരോ കബീലകൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പരയിലെ തങ്ങന്മാരിൽ ചില പ്രധാനികൾ, അവര് കൂടുതൽ അറിയപ്പെട്ടവരും കൂടുതൽ കറാമത്തുകളുടെ ഉടമകളും കൂടുതൽ ജനസ്വാധീനമുള്ള ആളുകളുമാകുമ്പോ അവരുടെ മക്കളെ ആ പിതാവിലേക്ക് ചേർത്തി പറയും. അങ്ങനെയാണ് ഓരോ കബീലകള്. ജിഫ്രി കബീല, ജമലുല്ലൈലി കബീല, അതേപോലെ ഹസനി കബീല, ഐദറൂസി കബീല, സഖാഫ് കബീല, ബുഖാരി കബീല, ശിഹാബുദ്ദീൻ കബീല, ഇങ്ങനെ ഓരോ കബീലകൾ വന്നത് അവരിൽ ഏതോ ഒരു പിതാവ് മുത്തുനബിയിലേക്ക് എത്തുന്നതിന്റെ വഴിയിൽ വളരെ അറിയപ്പെട്ട, അവരൊരുപാട് കറാമത്തുകളെ കൊണ്ട് അറിയപ്പെട്ടവരാണ്. ഒരുപാട് ഇബാദത്ത് കൊണ്ടും തഖ്വ കൊണ്ടും അറിയപ്പെട്ടവരാണ്. ആത്മീയത കൊണ്ട് അറിയപ്പെട്ടവരാണ്. ത്വരീഖത്തുകളുടെ അമലുകളെ കൊണ്ട് അറിയപ്പെട്ടവരാണ്. ഇൽമു കൊണ്ട് അറിയപ്പെട്ടവരാണ്. സമൂഹത്തിൽ വലിയ പദവികൾ, സ്ഥാനങ്ങൾ ഉള്ളവരാണ്. പല ആളുകളും ഖുതുബീങ്ങളാണ്. പല ആളുകളും വളരെ ഔലിയാഇന്റെ വലിയ ദറജകൾ നേടിയവരാണ്. അവരിലേക്ക് ചേർത്തിക്കൊണ്ടാണ് പല കബീലകളും അറിയപ്പെട്ടത്. ഒരുപാട് കറാമത്തുകൾ രേഖപ്പെടുത്തിയ യമനിലെ മഹാനായ സയ്യിദ് അഹമ്മദ് ശിഹാബുദ്ദീൻ മഹാനവറുകളുടെ അവര് ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങളുടെ, ഹൈദർലി ശിഹാബ് തങ്ങളുടെ ഒക്കെ 16ാമത്തെ പിതാമഹനാണ്. 16ാമത്തെ പിതാമഹൻ. ആ പരമ്പരയിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന, വളപട്ടണത്തിലേക്ക് വന്നത് സയ്യിദ് ശിഹാബുദ്ദീൻ അലിയുൽ ഹദറമി എന്ന് പേരുള്ള മഹാനായിരുന്നു. അവരുടെ മകൻ സയ്യിദ് ഹുസൈൻ ശിഹാബുദ്ദീൻ ആറ്റക്കോയ തങ്ങൾ, അവരുടെ മകൻ സയ്യിദ് മുഹ്ലാർ തങ്ങൾ മലപ്പുറത്തേക്ക് വന്ന്, വളപട്ടണം നിന്ന് മലപ്പുറത്തേക്ക്. മുഹ്ലാർ തങ്ങൾ മലപ്പുറത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലത്താണ് പാണക്കാട്ടേക്ക് അവരുടെ മകൻ സയ്യിദ് ഹുസൈൻ ശിഹാബുദ്ദീൻ ആറ്റക്കോയ തങ്ങൾ പോകുന്ന ഒരു ചരിത്രം. അതൊക്കെ നമ്മൾ പലവട്ടം കേട്ടതാണ്. ഞാനൊരു ഓർമ്മക്ക് വേണ്ടി പെട്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പോകാനുണ്ടായ കാരണം, പാണക്കാട് അന്ന് കുന്നത്തൊടിക തറവാട്, ഒളകര കുന്നത്തൊടിക തറവാട് വലിയ സമ്പന്ന കുടുംബമാണ്. ആ കുടുംബത്തിൽ ഒരു ദിവസം നേരം പുലർന്നു നോക്കുമ്പോ എല്ലാവരും മരിച്ചതുപോലെ കിടക്കുന്നു. വിളിച്ചാൽ ഉണരുന്നില്ല, ശ്വാസം പോലും ഇല്ലാത്തതുപോലെയുള്ള ഒരവസ്ഥ. മരിച്ചു എന്ന് കരുതി, എന്നാൽ മരിച്ചിട്ടുമില്ല. എന്തോ ഒരു പൈശാചികത ബാധിച്ച് മരിച്ചുപോയതുപോലെ വീട്ടിലെ എല്ലാ ആളുകളും കോലായില്, വരാന്തയില്, അടുക്കളയില്, റൂമില് ഓരോരുത്തർ കിടക്കുന്നു. നാട്ടുകാർ ഈ വേദന പറയാൻ വേണ്ടി മലപ്പുറത്തെ മുഹ്ലാർ തങ്ങളുടെ അടുത്തെത്തി.
മോഹൻലാൽ തങ്ങൾ തന്റെ മകനെ, വലിയ തങ്ങളല്ല, ചെറിയ കുട്ടിയാണ്, സയ്യിദ് ഹുസൈൻ ശിഹാബുദ്ദീൻ ആറ്റക്കോയ തങ്ങളുടെ കയ്യിൽ ഒരു ചൂരൽ വടി കൊടുത്തു, മോനെ ഈ വടി കൊണ്ടുപോയിക്കോ, അവരുടെ പ്രശ്നം തീർത്തു കൊടുക്ക്. ഈ പൊന്നമോൻ അവിടെ ചെന്ന് ഈ കിടക്കുന്ന ആളുകളെ ഈ വടി കൊണ്ട് ഓരോരുത്തർ എങ്ങനെ കൊട്ടി, വെള്ളം തെളിച്ചും കുലുക്കി വിളിച്ചും പലതരത്തിലും എഴുന്നേൽപ്പിക്കാൻ പലരും ശ്രമിച്ചിട്ടും പല ചികിത്സാരികളും ശ്രമിച്ചിട്ടും നടക്കാത്തത് ഈ ചൂരൽ വടി കൊണ്ട് ഓരോ കൊട്ട് കിട്ടിയപ്പോഴേക്ക് അവരൊക്കെ എഴുന്നേറ്റു. പൈശാചിക ബാധ നീങ്ങിപ്പോയതുപോലെ അവരെല്ലാവരും രക്ഷപ്പെട്ടു, ആശ്വാസമായി. പിന്നീട് ആ വീട്, ആ തറവാട് സയ്യിദ് ഹുസൈൻ ശിഹാബുദ്ദീൻ തങ്ങൾക്ക് ആ തറവാട്ടുകാര്, കുന്നത്തൊടിക ഒളകര തറവാട്ടുകാര് പതിച്ചു നൽകുകയാണ്. തങ്ങളെ നിങ്ങൾ ഇവിടെ വന്ന് താമസിക്കണം. അങ്ങനെയാണ് പാണക്കാട്ടെ ആ പരമ്പരക്ക് അവിടെ തുടക്കം കുറിക്കുന്നത്. അവരുടെ ആ പരമ്പരയിലാണ് ബഹുമാനപ്പെട്ട PMS പൂക്കോയത്തങ്ങൾ ജനിക്കുന്നത്. ബഹുമാനപ്പെട്ട പൂക്കോയത്തങ്ങൾ വലിയ ആബിദായിരുന്നു. ബഹുമാനപ്പെട്ടവർ ദിക്റുകളും ഔറാദുകളും വല്ലാതെ സൂക്ഷ്മതയോടുകൂടെ ജീവിച്ച, ഇബാദത്തുകൾ, സുന്നത്ത് നിസ്കാരങ്ങൾ, അമലുകൾ ഇതൊക്കെ വല്ലാതെ അധികരിപ്പിച്ച, ഈ ഉമ്മത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് ജീവിച്ച മഹാനായിരുന്നു. അതുകൊണ്ട് ഒരുപാട് കറാമത്തുകൾ ബഹുമാനപ്പെട്ട പൂക്കോയത്തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത്ഭുതകരമായ കറാമത്തുകൾ, ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ അത്ഭുതകരമായ കറാമത്തുകൾ. മാറാ രോഗങ്ങൾ മാറിപ്പോയത്, പലതരത്തിലുള്ള വലിയ വലിയ പ്രതിസന്ധികൾക്ക് പരിഹാരമായത്, വലിയ വലിയ മഹാത്ഭുതങ്ങൾ. ബഹുമാനപ്പെട്ടവർ ഒരു ഉറുക്കുണ്ടാക്കി കൊടുത്ത്, ആ ഉറുക്ക് അത് വലിയ വിശ്വാസമില്ലാത്ത ഒരാൾ അത് വലിച്ചെറിയാൻ ശ്രമിച്ചതും, അത് പിന്നീട് ഒരു മൃഗത്തിന് കെട്ടിക്കൊടുക്കാൻ പറഞ്ഞതും, പിന്നീട് ആ മൃഗത്തിന് കല്ലെറിഞ്ഞപ്പോഴും വെടിവെച്ചപ്പോൾ പോലും ആ ഉറുക്കുണ്ടായത് കാരണം അത് ഏറ്റില്ല എന്ന ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് അനുഭവസ്ഥരായ ആളുകൾ. അതേപോലെ വിഷമിറക്കിയതും പാമ്പ് ചുറ്റിയതും വിശ്വസ്തരായ ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട ആ കഥകളൊക്കെ അത് കേവലം കെട്ടുകഥകളല്ല, അതിന് അനുഭവസ്ഥരായ ആളുകൾ, അതിന് സാക്ഷികളായ ആളുകൾ രേഖപ്പെടുത്തിയ അത്ഭുതകരമായ കറാമത്തുകളാണ്. അതൊക്കെ പല ഓർമ്മ പുസ്തകങ്ങളും ചരിത്ര പുസ്തകങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നു. പല അനുഭവസ്ഥരായ ആളുകളും അത് കണ്ടും അനുഭവിച്ചും ബോധ്യപ്പെട്ടതാണ്. അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ ആളുകൾ പിന്നെയും ചെല്ലാം. അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ അത് അങ്ങനെ അറിയപ്പെട്ടു പോക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പടച്ച റബ്ബിൽ തഖ്വയോടെ ഇബാദത്തോടെ സൂഫികളായി, ഔലിയാക്കളായി, ത്വരീഖത്തിന്റെ വാഹകരായി അവരുടെ മുൻഗാമികൾ അവർക്ക് പകർന്നു കൊടുത്ത ആത്മീയമായ ആ ശക്തികൾ, ആത്മീയമായ വഴികൾ, ആത്മീയതയാണ് അവരുടെ അടിത്തറ. അവർ ആത്മീയ നേതാക്കളാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കറാമത്തുകൾ, ആ പാരമ്പര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പൂക്കോയത്തങ്ങൾ അറിയപ്പെട്ടത്. പഴയ കാലത്ത് നമുക്കറിയാം, സമൂഹത്തിൽ വലിയ പദവികളും സ്ഥാനങ്ങളും ഉണ്ടായിരുന്ന ആളുകൾ ആരാണ്? ഉസ്താദുമാര്, ഔലിയാക്കള്, തങ്ങന്മാര്. എന്തേ കാരണം? അതായിരുന്നു ജനങ്ങളുടെ ആശ്വാസം. രോഗങ്ങൾ വന്നാൽ ഇന്നത്തേതുപോലെ മെഡിക്കൽ കോളേജുകളോ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളോ മറ്റോ ഇല്ല. മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും എല്ലാവരും ഏത് നാട്ടിലും ഔലിയാക്കളുടെ അടുത്തേക്കാണ് ഓടിച്ചെല്ലുക, തങ്ങന്മാരുടെ അടുത്തേക്കാണ് ഓടിച്ചെല്ലുക, സൂഫികളുടെയും ഉസ്താദുമാരുടെയും അടുത്തേക്കാണ് ഓടിച്ചെല്ലുക. രോഗങ്ങൾ പറയാൻ, കഷ്ടപ്പാട് പറയാൻ, എല്ലാ വേദനകളും പറയാൻ. എല്ലാ മതക്കാർക്കും പോകാനുള്ളത് മഹാന്മാരുടെ അടുത്തേക്കാണ്. അവരെന്തെങ്കിലും പറഞ്ഞത് പരിഹാരം ഉണ്ടാകും. ചിലപ്പോ എന്തെങ്കിലും മന്ത്രിച്ചു തരും, അല്ലെങ്കിൽ എന്തെങ്കിലും ചൊല്ലാൻ പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും ഉറുക്ക് തരും, എന്തെങ്കിലും ചരട് കെട്ടിത്തരും. ഈ ആത്മീയ ചികിത്സകൾ, ഇതിലൂടെയാണ് പഴയ കാലഘട്ടത്തില് നേതാക്കൾ, ജനങ്ങൾ ബഹുമാനിച്ച, ജനങ്ങൾ ഭയപ്പെട്ട, ജനങ്ങൾ സ്നേഹിച്ച ഈ മഹാന്മാരൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് അവരുടെ വാക്കിന് ഫലമുണ്ടായിരുന്നു. അവരെന്ത് പറഞ്ഞാലും സമൂഹം അംഗീകരിക്കും. അവരാഹ്വാനം ചെയ്താൽ ജനങ്ങൾ കേൾക്കും. അതായിരുന്നു ആ കാലഘട്ടത്തിലെ വൈദേശിക ശക്തികൾക്കെതിരെയുള്ള സമരങ്ങളിലൊക്കെ മഹാന്മാരായ മമ്പുറം തങ്ങളെ പോലെ, ഉമർ ഖാദിയെ പോലെ,
മഖദൂമിങ്ങളെ പോലെ, ബഹുമാനപ്പെട്ട സയ്യിദ് ഹുസൈൻ ശിഹാബുദ്ദീൻ ആറ്റക്കോയ തങ്ങളെ പോലെ, ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങൾ, പൂക്കോയ തങ്ങൾ ഉൾപ്പെടെയുള്ള മഹാന്മാർക്ക് സമൂഹത്തിൽ ഉണ്ടായിരുന്ന സ്വാധീനം, സമൂഹത്തിൽ അവർക്കുണ്ടായിരുന്ന അധികാരം, സമൂഹത്തിൽ അവർക്കുണ്ടായിരുന്ന ഖബൂലിയത്ത്, അതിന് കാരണം ഈ ആത്മീയതയും ഈ കറാമത്തുകളുമായിരുന്നു. അതിന്റെ തണലാണ് ഈ ഉമ്മത്ത് അനുഭവിച്ചത്. അൽഹംദുലില്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ ഒക്കെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകൾക്കും അവരോട് വലിയ ബഹുമാനമായിരുന്നു, ആദരവായിരുന്നു. മലപ്പുറം ജില്ല രൂപീകരിച്ച് മലപ്പുറം നഗരസഭയായി പ്രഖ്യാപിച്ച് നഗരസഭയുടെ കാര്യാലയം അവിടെ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ക്രിസ്ത്യൻ ചർച്ചിന്റെ കുറച്ച് സ്ഥലം സർക്കാർ അക്വയർ ചെയ്തെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സത്യത്തിൽ മലപ്പുറത്തെ ആ ക്രിസ്ത്യൻ ചർച്ചിന്റെ കമ്മിറ്റിക്കാരും അവിടുത്തെ പുരോഹിതന്മാരും ഒക്കെ അംഗീകരിച്ചുകൊണ്ടാണ് അവിടെ നഗരസഭയ്ക്ക് വേണ്ടി ഈ ചർച്ചിന്റെ സ്ഥലം അക്വയർ ചെയ്തെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പൊ ഇന്ന് നമുക്കറിയാം, ഹൈവേ പണി നടന്നുകൊണ്ടിരിക്കുക. പല സ്ഥലത്തും പള്ളികളുടെ സ്ഥലം, അമ്പലങ്ങളുടെ സ്ഥലം, ചർച്ചുകളുടെ സ്ഥലം, വ്യക്തികളുടെ സ്ഥലം ഒക്കെ സർക്കാർ അക്വയർ ചെയ്തെടുത്തു. എവിടെയും ഒരു കലാപം, ഒരു പ്രശ്നമല്ലാതെ ഖബറുകൾ പോലും പലയിടത്തും മാറ്റേണ്ടി വന്നു. ഒരുപാട് സ്ഥലം, പള്ളിയുടെ സ്ഥലങ്ങളൊക്കെ വിട്ടുകൊടുത്തു. അതൊക്കെ എവിടെയും ഒരു പ്രയാസവും പ്രതിസന്ധിയും ഇല്ലാതെ മനോഹരമായി പരിഹരിച്ചു പോയി. ആ നിലക്ക് പരിഹരിക്കട്ടെ എന്ന് കരുതി അവിടുത്തെ ആളുകൾ, ഭരണാധികാരികൾ, നഗരസഭയുമായി ബന്ധപ്പെട്ടവർ, അവിടുത്തെ ചർച്ചിന്റെ ആളുകളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചാണ് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയത്. പക്ഷേ ഇതറിഞ്ഞ് തെക്ക് ഭാഗത്തുള്ള ചില ആളുകൾ ഇത് വർഗീയമായി കത്തിക്കാൻ ശ്രമിച്ചു. ഇന്നും അങ്ങനെ തന്നെയാണല്ലോ. മലപ്പുറം എന്ന് പറഞ്ഞാൽ അതൊരു ഭീകരതയോടുകൂടെ അവതരിപ്പിക്കുക. മലപ്പുറം എന്ന് പറഞ്ഞാൽ മറ്റു മതക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു നാടാണ് എന്ന് ചിത്രീകരിക്കുക. ഈ മലപ്പുറം ജില്ലയിൽ ആയിരക്കണക്കിന് ചർച്ചുകളുണ്ട്. അതേപോലെ അതിലേറെ ഹിന്ദുക്കളുടെ അമ്പലങ്ങളുണ്ട്, ക്ഷേത്രങ്ങളുണ്ട്, ആരാധനാലയങ്ങളുണ്ട്. അവരൊക്കെ ഏറ്റവും സന്തോഷത്തോടുകൂടെ, മറ്റുള്ള സ്ഥലങ്ങളെക്കാൾ സ്വാതന്ത്ര്യത്തോടുകൂടെ, ഏറ്റവും വലിയ അഭിമാനത്തോടുകൂടെ മലപ്പുറം ജില്ലയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. തെക്ക് ഭാഗത്ത് നിന്നും മറ്റുമൊക്കെ മലപ്പുറം ജില്ലയിലേക്ക് ജോലിക്ക് വന്ന ആളുകൾ, പഴയ കാലത്ത് ഗവൺമെന്റ് ജോലിക്ക് വന്ന ആളുകൾ മിക്കവാറും സാധാരണ ഉണ്ടാവുക റിട്ടയർ കഴിഞ്ഞാൽ പിന്നെ അവർ നാട്ടിലേക്ക് തിരിച്ചു പോകല. മലപ്പുറം ജില്ലയിൽ ആലപ്പുഴയിൽ നിന്നും, തിരുവനന്തപുരത്തു നിന്നും, കൊല്ലത്തു നിന്നും, ഇടുക്കിയിൽ നിന്നും, പത്തനംതിട്ടയിൽ നിന്നും വന്ന എത്ര ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ സ്ഥിരതാമസാക്കിയില്ലേ? അവരോട് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങളുടെ നാട്ടിലേക്കാൾ സ്നേഹമുള്ളവർ ഇവിടെ മുസ്ലിങ്ങളാണ്, ഞങ്ങളുടെ അയൽക്കാര്, ഞങ്ങളുടെ അയൽക്കാരായ മുസ്ലിങ്ങൾ, മുസ്ലിം കാക്കമാര്, മുസ്ലിം ഉമ്മമാര്, അവരെ വിട്ട് ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇവിടെ തന്നെ സ്ഥിരതാമസമാക്കിയ എത്ര ആളുകൾ. ഈ സ്നേഹം, ഈ സന്തോഷം, ഇത് നിലനിർത്തുന്നതിൽ ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങളുടെ ഒക്കെ വലിയ പങ്കിനെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചു വരുന്നത്. ഏതായാലും അവരിത് ആള് കത്തിക്കാൻ ശ്രമിച്ചു. തെക്ക് ഭാഗത്തുള്ള ചില ക്രിസ്ത്യൻ പുരോഹിതന്മാരും ചില ക്രിസ്ത്യൻ സഭകളും ചില ക്രിസ്ത്യൻ പ്രവർത്തകരും മലപ്പുറം ജില്ലയിൽ ക്രിസ്ത്യൻ ചർച്ചിന്റെ ഭൂമി തട്ടിപ്പറിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കലാപമുണ്ടാക്കാൻ ശ്രമിച്ച ആളുകൾ. അത് വലിയ ചർച്ചകളായി, പ്രതിസന്ധികളായി. ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇതിലോട്ട് കോഴിക്കോട്ടെ ബിഷപ്പ് കടന്നു വന്നത് പൂക്കോയത്തകളുടെ വീട്ടിലേക്കാ. തങ്ങളെ പ്രശ്നം പരിഹരിക്കണം. എന്താ പ്രശ്നം? ഗവൺമെന്റ് നഗരസഭയ്ക്ക് വേണ്ടി അക്വയർ ചെയ്തെടുത്ത ഭൂമി, അതിലൊരു പരിഹാരം ഉണ്ടാക്കാൻ തങ്ങൾ ഇടപെടണം. തങ്ങളത് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഏറ്റെടുത്തു. തങ്ങൾ നഗരസഭയുടെ കൗൺസിലർമാരെ വിളിപ്പിച്ചു, ഉദ്യോഗസ്ഥന്മാരെ വിളിപ്പിച്ചു, നിരന്തരമായ ചർച്ചകൾ നടത്തി. അവസാനം തങ്ങൾ തീർപ്പ് പറഞ്ഞു. ഗവൺമെന്റ് അക്വയർ ചെയ്തെടുത്ത ഭൂമി അത് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കണം, ചർച്ചിന്റെ ആളുകൾക്ക് അത് വിട്ടുകൊടുക്കണം, നിങ്ങളുടെ നഗരസഭത്തിന്റെ കാര്യാലയം ഉണ്ടാക്കാൻ വേറെ സ്ഥലം നോക്കാം എന്ന് പറഞ്ഞ് പാണക്കാട്ടെ പൂക്കോയ തങ്ങൾ സർക്കാരും ബിഷപ്പുമാരും തമ്മിലുള്ള പ്രശ്നത്തിൽ മധ്യസ്ഥനായി അതിന് ഒത്തുതീർപ്പ് പറഞ്ഞ് അത് രണ്ടു കൂട്ടരും അംഗീകരിച്ച് മനോഹരമായ ഒരു സൗഹൃദത്തിന്റെ പാഠം മലപ്പുറത്ത് കെട്ടിപ്പടുത്തിട്ടുണ്ടെങ്കിൽ, തങ്ങൾ പറയാണ് ഇവിടെ ഒന്നുമില്ല, വളരെ ന്യൂനപക്ഷം 69% മുസ്ലിങ്ങളാണ്, പിന്നെ ബാക്കിയുള്ളത് ഹിന്ദുക്കളാണ്, മലപ്പുറത്തെ ക്രിസ്ത്യാനികൾ വളരെ കുറവാണ്.
അത് അവരവിടെ തുള്ളട്ടെ എന്ന് പറഞ്ഞ് തള്ളിക്കളയാമായിരുന്നു. പക്ഷേ തങ്ങൾ അതിനെ മനോഹരമായി പരിഹരിച്ചു. അങ്ങാടിപ്പുറത്ത് നമുക്കറിയാം തളി ക്ഷേത്രം, അതിന്റെ തൊട്ട് മതിലിനപ്പുറത്താണ് അവിടുത്തെ മനോഹരമായ പള്ളി. അതിന്റെ തുടക്ക സമയത്ത് അവിടെ കലാപമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതേപോലെ PMSA പൂക്കോയ തങ്ങളും ബാഫഖി തങ്ങളും അവിടെ ചെന്ന് മുസ്ലിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ സമാധാനിക്കണം. അവര് ഇളകി മറിയുന്ന അങ്ങാടിപ്പുറത്തെ മുസ്ലിങ്ങളോട് സംയമനത്തിന്റെ സമാധാനത്തിന്റെ വർത്തമാനം പറഞ്ഞ് അന്തിമ വാക്ക് പൂക്കോയ തങ്ങളും ബാഫഖി തങ്ങളും പറഞ്ഞപ്പോ, അവരൊരു തീരുമാനം പറഞ്ഞപ്പോ, പള്ളി കമ്മിറ്റിക്കും നാട്ടുകാർക്കും മുസ്ലിങ്ങൾക്കും ക്ഷേത്ര കമ്മിറ്റിയുടെ ആളുകൾക്കും രണ്ടു കൂട്ടർക്കും അത് അംഗീകാരമായി. ഇരുവിഭാഗവും അംഗീകരിച്ചു. മതസൗഹാർദ്ദത്തിന്റെ മനോഹരമായ അടയാളമായി നിലനിൽക്കുന്നു. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകും. ഇൻഷാ അല്ലാഹ് ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഏതായാലും ബഹുമാനപ്പെട്ട PMSA പൂക്കോയ തങ്ങൾ നമ്മുടെ നാട്ടിലെ മൈത്രിക്കും മതസൗഹാർദ്ദത്തിനും വഹിച്ച പങ്ക് വളരെ ഗൗരവമുള്ള കാര്യമായിരുന്നു. ഹൈദരാബാദ് ആക്ഷന്റെ പേരിൽ ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങൾ ജയിലിൽ കിടന്നിട്ടുണ്ട് 17 ദിവസം. വല്ലാത്ത സാഹചര്യമായിരുന്നു അത്. തെറ്റ് ചെയ്തിട്ടല്ല. പക്ഷേ ഹൈദരാബാദ് ആക്ഷനുമായി ബന്ധപ്പെട്ട് ഹൈദരാബാദ് നൈസാമിന്റെ ഭരണാധികാരത്തിന് കീഴിൽ പാരമ്പര്യമായി നടന്നു വന്നിരുന്ന എല്ലാ നാട്ടുരാജ്യങ്ങളും ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഇന്ത്യയുടെ കൂടെ നിന്നപ്പോ ഹൈദരാബാദ് കൂടെ നിൽക്കാത്തത് കൊണ്ട് അവിടെ ഇന്ത്യൻ പട്ടാളവും പോലീസും ഇറങ്ങിയ ഒരു ആക്ഷൻ, അതിനെതിരെ അവിടെ കലാപമുണ്ടാകുന്ന സാഹചര്യം. ഇതിൽ ഇന്ത്യക്കെതിരെ നിലകൊണ്ടു എന്ന തെറ്റിദ്ധാരണ, അല്ലെങ്കിൽ നൈസാം അവരുടെ കീഴിലുള്ള ഹൈദരാബാദിന് വേണ്ടി അതൊരു മുസ്ലിം പ്രവിശ്യയായി നിലനിൽക്കണം എന്നതിന്റെ പിന്നിൽ നിൽക്കുന്നു എന്ന് സംശയമുള്ള, നിൽക്കാൻ സാധ്യതയുള്ള ആളുകളൊക്കെ അറസ്റ്റ് ചെയ്ത കൂട്ടത്തിൽ പൂക്കോയ തങ്ങളെ അറസ്റ്റ് ചെയ്തു 17 ദിവസം ജയിലിൽ കിടന്നു. അതുമായി ബന്ധപ്പെട്ട് വിചാരണ നടക്കുന്ന സമയത്ത് ജഡ്ജി ചോദിച്ച ഒരു ചോദ്യമുണ്ട്. നിങ്ങൾക്കെതിരെ സാക്ഷിമൊഴികളുണ്ട്. വർഗീയ കലാപമുണ്ടാക്കാൻ നിങ്ങൾ അതിന് ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ മുസ്ലിം പക്ഷത്തെ തീവ്രവാദം ഉള്ള വർഗീയതയുള്ള ആളുകളോടൊപ്പം നിൽക്കാൻ നിങ്ങൾ അതിനെ ആഹ്വാനം ചെയ്യുന്ന കലാപമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് സാക്ഷിമൊഴികളുണ്ട് എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങൾ എന്ന് പറഞ്ഞ മറുപടി, ഈ സാക്ഷിമൊഴികൾ നാളെ മഹ്ശറയിലും ഇത് തന്നെ പറഞ്ഞാൽ നന്നായിരുന്നു ജഡ്ജിയോട്. സാക്ഷിമൊഴികൾ കള്ളസാക്ഷികളാണെന്നറിയാം. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ പറഞ്ഞു, ഈ സാക്ഷിമൊഴികൾ നാളെ മഹ്ശറയിലും പറഞ്ഞാൽ നന്നായി എന്ന് പറഞ്ഞപ്പോ ജഡ്ജിക്ക് എന്താണ് മഹ്ശറ എന്ന് മനസ്സിലായില്ല. അഡ്വക്കറ്റ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അപ്പൊ ജഡ്ജിക്ക് ബോധ്യപ്പെട്ടു, ആഖിറത്തിലെ ചിന്തയിലും ദൈവവിശ്വാസത്തിലും ആ മനസ്സിന്റെ കരുത്ത്, എന്ത് പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഉണ്ടായാലും അള്ളാഹുവിൽ തവക്കുലാക്കി പടച്ച റബ്ബിലേക്ക് ഏൽപ്പിച്ച്, അള്ളാഹുവേ ഇവരൊക്കെ എന്ത് കള്ളസാക്ഷി പറഞ്ഞാലും മഹ്ശറയിലെ ഒരു കോടതി വരാനുണ്ടല്ലോ, ആ നീതിന്യായത്തിൽ വിശ്വസിച്ച് ഈമാൻ പ്രകടിപ്പിച്ചപ്പോ ആ നിഷ്കളങ്കത ജഡ്ജിക്ക് ബോധ്യപ്പെട്ടു. ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങൾ 17 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം അവിടുന്ന് മോചിതനായി. ഈ മനോഹരമായ പാരമ്പര്യം, ഈമാനിക കരുത്തിന്റെ പാരമ്പര്യം, ഈ പാരമ്പര്യം ബഹുമാനപ്പെട്ട തങ്ങളുടെ മനോഹരമായ പാരമ്പര്യം, ആ പാരമ്പര്യമാണ് നമ്മുടെ ആവേശം. ആ തഖ്വ, ആ ആത്മാർത്ഥത, ആ ഇഖ്ലാസ്, ആ ആത്മീയത, പടച്ചവനെ പേടി, ആ വലിയ കരുത്ത്, അതായിരുന്നു ഈ ഉമ്മത്തിന്റെ മുതൽക്കൂട്ട്. ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ബഹുമാനപ്പെട്ട തങ്ങള് അവര് അവസാന രോഗിയായ സമയത്ത് ഡോക്ടർമാര് പറഞ്ഞിരുന്നു, സന്ദർശകനെ അനുവദിക്കരുത്. രോഗവും വേദനയും അതിന്റെ കാഠിന്യവും ഒക്കെ തങ്ങൾ അനുഭവിച്ചു. പക്ഷേ ഡോക്ടർമാര് പോലും പറഞ്ഞത് അനുസരിക്കാതെ, വീട്ടുകാരും നാട്ടുകാരും പറഞ്ഞത് അനുസരിക്കാതെ, കാണാൻ വരുന്ന ആളുകളെ രോഗത്തിന്റെ വേദന കടിച്ചിറക്കുമ്പോഴും കാണാൻ വരുന്ന ആളുകളെ മുഴുവനും കാണാൻ, അവരെ ആശ്വസിപ്പിക്കാൻ തങ്ങളുടെ വേദന കടിച്ചിറക്കി, രോഗത്തിന്റെ അവശത അത് സഹിച്ച് മറ്റുള്ളവരുടെ വേദന കേട്ട് അതിന് പരിഹാരം പറഞ്ഞു കൊടുത്ത്, അതിന് ഉറുക്ക് നൽകി, അതിന് മന്ത്രിച്ചു കൊടുത്ത്, അവർക്ക് ദുആ ചെയ്തു കൊടുത്ത്, അവരുടെ ആത്മീയ ചികിത്സയുടെ പാരമ്പര്യം അവസാനം വരെ ത്യാഗം ചെയ്ത് ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങൾ നിലനിർത്തി.
പലപ്പോഴും രാത്രി പരിപാടികളൊക്കെ കഴിഞ്ഞ് വൈകി വരും. വൈകി വന്നാലും വീട്ടിന്റെ ഉള്ളിൽ ഒറ്റക്ക് പോയി സുഖമായി അല്ലെങ്കിൽ ഭാര്യയോടൊപ്പം കിടന്നുറങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. 1 മണിക്കും 2 മണിക്കൊക്കെ തിരിച്ചു വന്നാലും ആര് വന്നാലും വാതിൽ മുട്ടിയാൽ ഉടനെ തുറന്നു കൊടുക്കാൻ പറ്റുന്ന രൂപത്തിൽ കോലായുടെ ആ വാതിലിന്റെ തൊട്ടപ്പുറത്ത് അവിടെ തന്നെ ഒരു കട്ടിൽ കിടന്നിരുന്ന പാരമ്പര്യം. കാരണം ആളുകൾ എപ്പ വന്നാലും, ഏത് പാതിരാക്ക് വന്നാലും, സുബൈക്ക് വന്നാലും, 3 മണിക്ക് വന്നാലും അവര് പ്രയാസപ്പെടരുത്. ആ തരത്തിൽ സമൂഹത്തിന് വേണ്ടി ഉരുകി ഒരു മെഴുകുതിരി പോലെ സ്വയം വേദനകൾ കടിച്ചിറക്കി സമൂഹത്തിന് വെളിച്ചം നൽകി, നാട്ടുകാർക്ക് ആശ്വാസം നൽകി, നാനാജാതി മതക്കാർക്ക് സ്നേഹം നൽകി, അവർക്ക് ആത്മീയത നൽകി, അവരെ ചികിത്സിച്ച്, അവരെ സന്തോഷിപ്പിച്ച്, അവർക്ക് ദുആ ചെയ്ത്, അവർക്ക് വേണ്ടി അവസാനം വരെ ജീവിച്ച ബഹുമാനപ്പെട്ട PMS പൂക്കോയ തങ്ങൾ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെയൊക്കെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. മഹാന്മാരായ സാദാത്തുക്കൾ നമ്മുടെ ഈ നാടിനോടൊപ്പം, നമ്മുടെ ഈ രാജ്യത്തോടൊപ്പം, നമ്മുടെ പൈതൃകത്തോടൊപ്പം, നമ്മുടെ പാരമ്പര്യത്തോടൊപ്പം എത്രത്തോളം അലിഞ്ഞു ചേർന്നവരാണ് എന്ന് നമ്മൾ ഓർക്കണം. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, തങ്ങൾ എന്ന വാക്ക് സത്യത്തിൽ സയ്യിദ് എന്ന് നമ്മൾ ഈ അടുത്ത കാലഘട്ടത്തിൽ പറയാൻ തുടങ്ങിയതാണ്. പഴയ കാലഘട്ടത്തിൽ സയ്യിദ് എന്ന് വ്യാപകമായി ഉപയോഗിക്കാറില്ല. തങ്ങന്മാര്, പൂക്കോയ തങ്ങൾ, ചെറുഞ്ഞിക്കോയ തങ്ങൾ, ആറ്റക്കോയ തങ്ങൾ, ഈ തരത്തിലെ തങ്ങന്മാർ അറിയപ്പെട്ടിരുന്നത്. എന്ന് പറഞ്ഞ പേരുകളിൽ പോലും ആറ്റ, ആറ്റപ്പൂ, പൂക്കുഞ്ഞി, കോയ, തങ്ങൾ തികഞ്ഞ മലയാളീകരണം ഈ നാടിനോട് ഒട്ടിച്ചേർന്നുകൊണ്ട് ആ തരത്തിൽ പേര് പോലും മലയാളീകരിച്ച് ഈ നാടിന്റെ മക്കളായി. ഇവരാരാണ്? യമനിൽ നിന്ന് വന്നവരാണ്. ഇവരാരാണ്? ബുഖാറയിൽ നിന്ന് വന്നവരാണ്. ഇവരാരാണ്? ഇന്തോനേഷ്യയിൽ നിന്ന് വന്നവരാണ്. അറബ് നാടുകളിൽ നിന്നും മുസ്ലിം പ്രദേശങ്ങളിൽ നിന്നും വന്നവർ ഇവിടെ എത്തിയപ്പോ അവരുടെ പിൻഗാമികൾ അവർ എല്ലാ വേഷത്തിലും അവരുടെ നടപ്പിലും ഇരിപ്പിലും പേരിലും നമ്മൾ അവരെ വിളിച്ചതിലും തങ്ങളുപ്പാപ്പ, തങ്ങളുട്ടി, ഈ തരത്തിൽ ഈ നാടിനോടൊപ്പം അലിഞ്ഞു ചേർന്ന, ഈ നാടിനോടൊപ്പം നിന്ന, ഈ നാടിന്റെ നമ്മുടെ നേതൃത്വമായി മാറിയ മഹാരഥന്മാരായ ആളുകൾ. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അൽഹംദുലില്ലാഹ്, പുതിയ കാലഘട്ടത്തിനനുസരിച്ച് അവരുടെ കബീലകളുടെ പേര് പറയും. അത് കാലം മാറുമ്പോൾ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. നമ്മളിപ്പോ സയ്യിദ് എന്ന് കൂട്ടി പറയും. അത് കാലം മാറുമ്പോ, സാഹചര്യം മാറുമ്പോ അനിവാര്യമായ ചില പരിഷ്കാരങ്ങളാണ്. ആ സയ്യിദ് എന്നാലും നമ്മൾ ആ തങ്ങള് എന്ന് അവരെ പ്രയോഗിക്കുന്ന മനോഹരമായ വാക്ക്, അവരുടെ കബീലകൾ ചേർത്തി പറയുന്ന മനോഹരമായ ആ രീതികളിലെ നമ്മൾ അവരെ ബഹുമാനിക്കുമ്പോ, ആദരിക്കുമ്പോ ബിദ്അത്തുകാരായ ആളുകൾ, അതിനെയൊക്കെ കളിയാക്കുന്ന ആളുകൾ, ഞാൻ വേദനയോടുകൂടെ പറയട്ടെ, കേരളത്തിലെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു വഹാബി മൗലവി സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കളിയാക്കി പ്രസംഗിച്ചത് ഇപ്പോഴും യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാണ്. വേദനയോടെ പറയട്ടെ, എന്താണ് അയാൾ പറഞ്ഞത്? മാതാപിതാക്കൾ ഇട്ടുകൊടുത്തതല്ല സയ്യിദ് എന്ന്. സയ്യിദ് എന്ന പ്രയോഗം അവരുടെ ഉമ്മയും ഉപ്പയും ഇട്ടുകൊടുത്തതല്ല. എന്നിട്ട് ശ്രീ 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 രവിശങ്കറെ പോലെ, സത്യസായി ബാബയെ പോലെ, നാണമുണ്ടോ ഇവർക്കൊക്കെ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേര് അതിലേക്ക് ചേർത്തി പറഞ്ഞ് സയ്യിദ് എന്ന് ഞങ്ങൾ ബഹുമാനത്തോടുകൂടെ വിളിക്കുന്ന ആ പേരിനെ ഈ തരത്തിൽ വക്രീകരിച്ച് അപമാനിക്കാൻ ശ്രമിക്കുന്ന ഇത്തരത്തിലുള്ള ദുശക്തികൾ, പാണക്കാട്ട് തങ്ങന്മാർക്ക് മുത്തനബിയുമായി കുടുംബ ബന്ധം പോലുമില്ല എന്ന് പ്രസംഗിച്ച് നടക്കുന്ന വഹാബികൾ, ബഹുമാനപ്പെട്ട മഹാനായ മുനവ്വർ അലി ശിഹാബ് തങ്ങള് അവർ ആത്മീയ ചികിത്സയുടെ ഭാഗമായി പരപ്പനങ്ങാടിയിലെ കടപ്പുറത്ത് പഴം കടലിലേക്ക് പൂക്കോയ തങ്ങൾ ചെയ്തതാണ്, ശിഹാബ് തങ്ങൾ ചെയ്തതാണ്. കൂട്ടപ്രാർത്ഥന നടത്തി വറുതിയുടെ കാലത്ത് കടലിൽ പഴമെറിഞ്ഞ് ദുആ ചെയ്യും. അത് ചെയ്തതിന്റെ പേരിൽ അവരെ ശബരിമലയിലെ മേൽശാന്തിയാക്കണമെന്ന് പറഞ്ഞ ഒരു മൗദൂദിസ്റ്റ്, അയാളിപ്പോ ഇന്നലെ ബഹുമാനപ്പെട്ട സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് ഒരു തുറന്ന കത്ത് എന്ന് പറഞ്ഞ് ഇടപെടുന്നുണ്ട്. ഇത്തരത്തിലുള്ള വഹാബികളെ, മൗദൂദികളെ, പാണക്കാട്ട തങ്ങന്മാരുൾപ്പെടെ സകല തങ്ങന്മാരെയും, ഞങ്ങളുടെ ആത്മീയ നേതാക്കളെ ഇകഴ്ത്താനും അവരെ അപമാനിക്കാനും നിന്ദിക്കാനും വരുന്ന അത്തരത്തിലുള്ള വഹാബി മൗദൂദികളെ ആദർശപരമായി നേരിടാനാണ്
SYS-ഉം സമസ്തയും SKSS-ഉം ഒക്കെ പ്രവർത്തിക്കുന്നത് ഞങ്ങളാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ, ഞങ്ങളുടെ നേതാക്കളെ അനുസ്മരിക്കുന്ന ഈ പാരമ്പര്യം നിലനിർത്തുന്ന പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ ഈ നേതാക്കളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒറ്റക്കെട്ടായി ഈ സമുദായത്തിനും ഈ ആദർശത്തിനും ഈ ആത്മീയതക്കും ഈ പാരമ്പര്യത്തിനും കോട്ടകെട്ടി കാവൽ നിൽക്കുക തന്നെ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ പ്രസംഗിക്കും, ദുആ ചെയ്യും. ഈ നമ്മുടെ സദസ്സിൽ നേരത്തെ പറഞ്ഞു, ബഹുമാനപ്പെട്ട തങ്ങളുടെ ഓർമ്മയിലേക്ക് ഞാൻ ഓർമ്മപ്പെടുത്താണ്. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ദർസിൽ പഠിച്ച 4-5 മുതഅല്ലിമീങ്ങൾ, ഇളം പ്രായത്തിൽ തന്നെ മരണപ്പെട്ടു പോയവർ, പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ മരിച്ചുപോയ ആളുകൾ, അതേപോലെ പഠനം പൂർത്തിയാക്കിയവര്, ചെറുപ്പത്തിൽ മരിച്ച ഒരു ഉസ്താദ് സുഹൈൽ ബാഖവി മുറ്റിച്ചൂര്, അതേപോലെ ഫർസാദ് മുസ്ലിയാർ, മുസ്തഫ മുസ്ലിയാർ കരയക്കാട്, മുത്തലിബ് മുസ്ലിയാർ, ഇവരൊക്കെ നമ്മുടെ ഉസ്താദിന്റെ ദർസുമായി ബന്ധപ്പെട്ട് ഈ മുതഅല്ലിമീങ്ങളായിട്ടും മറ്റുമൊക്കെ ആ സമയത്തൊക്കെ മരണപ്പെട്ടാൽ മാത്ത ഷഹീദ ശുഹദാഇന്റെ മരണമാണ്. ഇൽമിന്റെ മാർഗത്തിൽ ഇടക്കാലത്ത് നമ്മൾ ആകസ്മികമായി എന്നൊക്കെ പറയുന്ന മരണങ്ങൾ, അങ്ങനെയുള്ള മരണം സംഭവിക്കുന്നവർക്ക് ശുഹദാഇന്റെ പ്രതിഫലമാണ്. അള്ളാഹു ഈ പേര് പറഞ്ഞവർക്കൊക്കെ ശുഹദാഇന്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങൾ അവരൊക്കെ ഉൾപ്പെടുത്തി ദുആ ചെയ്യും, നമുക്ക് നസീഹത്ത് നൽകും. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.